വര വരുന്ന വഴി എന്ന ഈ കാർട്ടൂൺ പങ്ക്തിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം. വര വരുന്ന വഴിയിൽ ഇന്ന് ഞാൻ വരയ്ക്കുന്നത് നമ്മുടെ വടകര തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന കാഫിർ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ളൊരു കാർട്ടൂണാണ്. ഇത് കാഫിർ വിവാദം കത്തിപ്പടർന്നപ്പോൾ തന്നെ മറ്റേ LDF സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർക്ക് മറ്റേ വോട്ടുണ്ടാക്കി കൊടുക്കാനായിട്ടുള്ള ഒരു ഇടത് സൈബർ കടന്നലുകളുടെ ഒരു ഏർപ്പാടാണിതെന്ന് എല്ലാവരും പറഞ്ഞതാണ്. അന്ന് ഇവരതിനെ എതിർത്തു. പക്ഷേ ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇത് ആദ്യമായിട്ട് പ്രചരിപ്പിച്ചത് സൈബർ സഹാക്കളാണ് എന്നുള്ള റിപ്പോർട്ടാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് പോലീസ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, മാധ്യമങ്ങളിൽ വന്ന അറിവ് എനിക്കുള്ളൂ എന്നാണ്. പാവം മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ഭരിക്കുന്ന ഒരു സ്വന്തം വകുപ്പിലെ ഒരു പ്രധാനപ്പെട്ട സംഭവത്തിൻ്റെ പോലീസ് റിപ്പോർട്ട് മാലോകർക്ക് മുഴുവനും കണ്ടു, മാധ്യമങ്ങളെ മുഴുവനും അറിഞ്ഞു, പത്രങ്ങൾ മുഴുവനും വെളിച്ചത്തിൽ കൊണ്ടുവന്നു. പക്ഷേ ഈ ഉത്തരവാദപ്പെട്ട വകുപ്പ് മന്ത്രി മാത്രം അത് അറിഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ നമ്പർ 1 കേരളത്തിൻ്റെ ഒരു ഭരണ ഏകോപനത്തിൻ്റെ ഒക്കെ ഒരു മാതൃക. അപ്പോൾ ഇത് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇത് പോലീസ് അന്വേഷിക്കട്ടെ, പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, എനിക്കിത് വരെ ഇതിനെപ്പറ്റി പോലീസ് റിപ്പോർട്ടൊന്നും തന്നിട്ടില്ല എന്നാണ്. പക്ഷേ മറ്റേ എല്ലാ വിശദ വിവരങ്ങളും മീഡിയാസ് വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോഴും ഈ ഞാൻ വർത്തമാനമാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഇപ്പോൾ ഒരു എതിർ പാർട്ടിയിലെ ഒരാൾ CPM-നെതിരെ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരുന്നെങ്കിൽ ഇവിടെ എന്താകുമായിരുന്നു ഇതിൻ്റെ പരിണതഫലം? അറസ്റ്റും മറ്റേ ഓടി നടന്നുള്ള തെളിവെടുപ്പും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഇതിന് യാതൊരു കുഴപ്പങ്ങളും ഇല്ല. ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് വന്നിട്ട് പോലും മുഖ്യമന്ത്രി പറയുന്നത് ഇത് ആരാണെന്ന് പോലീസ് റിപ്പോർട്ട് വരട്ടെ, എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ ഒരു വെള്ളരിക്കാപട്ടണത്തിലെ ഈ ഒരു ഭരണ പ്രത്യേകതയെ പറ്റിയിട്ടുള്ള ഈ കാർട്ടൂൺ കാണാനായിട്ട് എല്ലാ മാന്യ പ്രേക്ഷകരെയും ക്ഷണിക്കുന്നു. സ്നേഹപൂർവ്വം കടന്നു വരിക. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ഈ ഒരു പ്രസ്താവനയെ അധികരിച്ചാണ് ഇന്നത്തെ ഈ വരവരുന്ന വഴിയെന്ന ഈ കാർട്ടൂൺ പങ്ക്തിയിലെ കാർട്ടൂൺ. ഈ നമ്മുടെ മറ്റേ വടകര തെരഞ്ഞെടുപ്പിലെ ഒരു വിവാദ വിഷയമാണ് കാഫിർ വിവാദം. ഇത് CPM ഈ നവമാധ്യമ പോരാളികൾ പകർത്തി പല നവമാധ്യമങ്ങളിൽ കൂടെ വിതരണം ചെയ്ത ഈ സംഭവത്തിന് ഇപ്പം CPM-കാർ തന്നെയാണ് പ്രതിയെന്ന് പോലീസ് റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് തൻ്റെ കയ്യിൽ പോലീസിൻ്റെ റിപ്പോർട്ട് ഇല്ലെന്ന് മുഖ്യമന്ത്രി. വടകരയിലെ കാഫിർ വിഭാഗത്തിലെ പോലീസ് റിപ്പോർട്ടിൻ്റെ കാര്യം പത്രത്തിൽ കണ്ട അറിവേ തനിക്കുള്ളൂ, പാവം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തൻ്റെ കയ്യിൽ റിപ്പോർട്ട് ഇല്ല, എന്താണെന്ന് നോക്കാം, സാധാരണഗതിയിൽ പോലീസാണല്ലോ പരിശോധിക്കുകയെന്നും വാർത്താസമ്മേളനത്തിലെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. സാധാരണഗതിയിൽ പോലീസാണല്ലോ പരിശോധിക്കുന്നത്. അല്ല, സാധാരണഗതിയിൽ പോലീസല്ല, അതിനാണ് ഈ പാർട്ടിക്കാരാണ് പരിശോധിക്കുന്നത്. ഒരു ആഭ്യന്തരം ഭരിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഈ പറയുന്നതെന്ന് പറയണം. ഇത്ര ഈ ലജ്ജാവഹമായ പ്രസ്താവനയൊക്കെ ഇദ്ദേഹം നടത്തുന്നത് എന്തിനാണെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള നേതാക്കന്മാരാണ് ഇതിൻ്റെ പിന്നിലെന്ന് അന്ന് തന്നെ എല്ലാവരും പറഞ്ഞതാണ്. തെളിവ് അതാണ്, അവർ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഇതിനെപ്പറ്റി ഇന്നത്തെ ഈ കാർട്ടൂൺ പങ്ക്തിയിലൊരു കാർട്ടൂൺ വരിക. നാട്ടുകാർക്കും പോലീസിനും ഒക്കെ ഉറപ്പുണ്ട്, തുടക്കം ഇടത് ഗ്രൂപ്പുകളിൽ നിന്നാണ്. പക്ഷെ മുഖ്യമന്ത്രിക്ക് മാത്രം ഉറപ്പില്ല, മുഖ്യമന്ത്രി അത് അറിഞ്ഞിട്ടുമില്ല.
ഇതാണ് കാർട്ടൂൺ. കാർട്ടൂണിൻ്റെ ഫൈനൽ ഇതാണ്. കാഫിർ തൻ്റെ കയ്യിൽ പോലീസ് റിപ്പോർട്ടില്ല, പത്രത്തിൽ വന്ന അറിവേ ഉള്ളൂ എന്ന് മുഖ്യമന്ത്രി. പക്ഷേ ഈ മുഖ്യമന്ത്രി ഇരിക്കുന്നത് ഈ കാഫിറിൻ്റെ മടിയിലാണ്. എല്ലാം മുഖ്യമന്ത്രിക്ക് അറിയാം. പക്ഷെ എന്നാലും മുഖ്യമന്ത്രി പറയുന്നത് ഇതാണ്.